എന്താണ് ജീവിത ലക്ഷ്യമെന്ന ചോദ്യത്തിന് ഭാഗവതത്തിലെ ഏത് കഥയായാലും ആ കഥയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കഥ പറയാൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും ഓർക്കണം. ഈ ഫ്രെയിമിൽ ഇരുന്നിട്ട് വേണം ഭാഗവതത്തെ കേൾക്കാൻ. അതായത് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ മഹാബലിയുടെ കഥ കണ്ടു നേരത്തെ. അപ്പൊ നമ്മൾ ഈ സുതലം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്ഥലമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് സുതലം ശ്രേഷ്ഠമായ തലം, അതിന്റെ സൂക്ഷ്മമായ ഒരു അർത്ഥം പഠിക്കണം. ഈ സ്ഥൂല കഥയ്ക്ക് പിന്നിൽ ഒരു സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഈ കഥയുടെ പിന്നാലെ പോകും. അപ്പൊ മഹാബലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മഹാബലി എന്ന് പറഞ്ഞാൽ തന്നെ ബലി ചെയ്യുക. ഇപ്പൊ എവിടെയാ ബലി? ഇത് വല്ല നരബലി പോലെയാണോ? ഇത് നരബലി പോലെ വല്ല ബലിയാണോ? അല്ല. അപ്പൊ ഞാനെന്ന ഭാവം ഇല്ലാതാക്കുന്നതാണ് ബലി, അല്ലേ? ബലി ചെയ്യുക പറഞ്ഞാൽ ഇല്ലാതാക്കുക. ഇപ്പൊ ഞാനെന്ന ഭാവം എങ്ങനെ പോവുക? ഭഗവാനിൽ ഞാനെന്ന ഭാവത്തെ സമർപ്പിക്കുക. അപ്പൊ ശിരസ് കുനിച്ച് ഭഗവാൻ പാദം വെച്ചു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം എടുക്കണം? അപ്പൊ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കണം. നാമമാകുന്ന ഭഗവാനിൽ തന്നെ കൂടെ വന്നില്ല. നാമമാകുന്ന ഭഗവാനിൽ തന്നെ സമർപ്പിച്ചു. അത് തന്നെ മഹാബലി. അങ്ങനെ മഹാബലി 2 അടി ഭഗവാൻ അളന്നെടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്താർത്ഥം എടുക്കണം? ഭഗവാൻ 2 രൂപത്തിലാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് പറയും. അന്തപുരുഷരൂപേണ കാലരൂപേണയോ ബഹി. എവിടെയാണത്? തൃതീയ സ്കന്ധം 26-ാം അധ്യായം 24-ാം ശ്ലോകം. അവിടെ പറയും അന്തപുരുഷരൂപേണ കാലരൂപേണയോ ബഹി. വേണ്ട. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയും 10-ാം അധ്യായം ഗീത, കാലോസ്മി ലോകക്ഷയകൃത് പ്രബുദ്ധോ. ഞാൻ കാലരൂപത്തിൽ. ഭഗവത്ഗീത 10-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം കൃത്യം ഓർമ്മ വരുന്നില്ല. തപ്പി നോക്കിയ കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ. കിട്ടിയോ? 11:32. ഓക്കെ, സോറി 11:32. 11:32 ചൊല്ലു. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ. ചൊല്ലു. ഏ അവസ്ഥിത, ഏ അർജുന, ഞാൻ കാലമാകുന്ന ശക്തി കൊണ്ട് ഇവരൊക്കെ ഹതോസ്മി, ഞാൻ ശരിയാക്കിയിരിക്കണം. നീ വെറും ഒരു നിമിത്തം മാത്രമാണ്. അപ്പൊ കാലമാകുന്ന ഭഗവാൻ 2 അടി കൊണ്ടെല്ലാം അളക്കും. എന്താണ് കാലത്തിന്റെ 2 അടി എന്ന് പറഞ്ഞാൽ? കാലത്തിന്റെ 2 അടി, കാലത്തിന് 2 അടിയാണുള്ളത്. കാലത്തിന്റെ 2 അടി എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. കാലം എന്ന് പറയുന്നത് അടുപ്പിക്കുകയും പറയൂ അകലും. അങ്ങനെ ഒരു ജനനവുമുണ്ട്, മരണവുമുണ്ട്. സുഖമുണ്ടോ, ദുഃഖമുണ്ട്. ജയമുണ്ടോ? ഈ 2 അടി കൊണ്ട് കാലം നമ്മളിൽ നിന്ന് പലതും അപഹരിക്കും. അല്ലെങ്കിൽ കാലത്തിന്റെ മറ്റൊരു വ്യാഖ്യാനം പറയുകയാണെങ്കിൽ, കാലം നമ്മളെ ഈ ചക്രത്തിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല കാലം നമുക്ക് എന്താണ് തരുന്നത്. എല്ലാം നമ്മളിൽ നിന്നും അകറ്റി അവസാനം നമ്മളെ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുക. കാലം നമ്മളെ കൂടെ 2 അടി അളന്നുകൊണ്ടിരിക്കുകയാണ്. വേർപ്പെടുത്ത്. 1 അകറ്റുക, 2 വേർപ്പെടുത്തുക. അകറ്റി അവസാനം പറയൂ, അങ്ങനെ ഉണ്ടോ? ഒരളവ് നടക്കുന്നുണ്ടോ? ഒരളവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ?
ഇല്ല. അളവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ആ, ശരീരത്തിൽ നിന്ന് നമ്മളെങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒരു ദിവസം നമ്മളെ ഇതിൽ നിന്ന് ഏർപ്പെടുത്തി കളയും. കാലം അളക്കും. മനസ്സിലാവുണ്ടോ? എന്നാൽ ഇതിലൊന്നും മാനസികമായി തളരരുത്. അതിനെന്ത് വേണം? നാമമാകുന്ന ഭഗവാനിൽ മനസ്സിനെ, അതാണ് മഹാബലി. അപ്പൊ ഏത് ലോകം കൊടുക്കും? സുതലം. അപ്പൊ ഏതാ സുതലം? ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഉപബോധ മനസ്സിലേക്ക്, ഉപബോധാണോ? അവബോധ മനസ്സിലേക്ക് ഭഗവാൻ ഉയർത്തും. അത് തന്നെ സുതലം. എന്നാൽ സുതലത്തിലേക്കല്ല നമുക്ക് എത്തേണ്ടത്. സുതലത്തിലേക്ക് എത്തിയാൽ ഉറപ്പാണ് ബ്രഹ്മനിർവാണം. ആരിലേക്ക് എത്തും? ഭഗവാനിലേക്ക്. അതിനെ പറയാ സ്വധാമം എന്ന് പറയും. എന്താണ്? ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയൊക്കെ പറയുമ്പം ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്. പൂർണ്ണബോധത്തിലേക്ക് എത്തിച്ചേരുന്ന അർത്ഥം. ഏത് കഥകളും മനുഷ്യനെ പൂർണ്ണബോധത്തിലേക്ക് എത്തിക്കാനുള്ളതാണ്. അത് മറക്കരുത്. ഇനി നമ്മൾ കാണുന്നത് മത്സ്യാവതാര കഥയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ള റിക്വസ്റ്റ്, ഇത് ശരിയായ വിധത്തിൽ നമ്മൾ കുട്ടികളെ പറഞ്ഞ് പരിചയപ്പെടുത്തണം. കാരണം സ്കൂളുകളിൽ കുട്ടികളെ പഠിക്കുന്ന ഒരു ബയോളജി പഠിക്കുന്ന സബ്ജക്റ്റാണ് ഡാർവിൻ തിയറിയുടെ എവല്യൂഷൻ. എവല്യൂഷൻ, പരിണാമം കേട്ടില്ലേ? എന്നാൽ ശരിക്കും എന്താണ് പരിണാമം എന്നത് മത്സ്യാവതാരത്തിലൂടെ നമുക്ക് പഠിക്കാം. ഈ മത്സ്യാവതാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ 10 അവതാരങ്ങളുടെ ആരംഭത്തിലുള്ള അവതാരമാണ് ഇത്, മത്സ്യാവതാരം. വാസ്തവത്തിൽ ഭാഗവതം ദശാവതാരത്തിന്റെ കഥയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഭാഗവതത്തിൽ എത്ര അവതാരങ്ങളുണ്ട്? അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനദേദ്വിജ യഥാവിദാസിന കുല്യ സരസ്യു സഹസ്രച. 1-ാം സ്കന്ധം 3-ാം അധ്യായം 26-ാം ശ്ലോകം. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അവതാരാഹി അസംഖ്യേയ. അവതാരങ്ങൾ അസംഖ്യമാണ്. എന്ന് വെച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു കുറവില്ല. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരോരുവാഹവേ സഹസ്രനാമിനേ സഹസ്ര കോടിയുഗധാരിണേ നമ. കോടിയുഗം. അപ്പൊ നോക്കൂ, ഭാരതത്തിന്റെ ഈ കാഴ്ചപ്പാട് ഇവിടെ ഇഷ്ടം മാതിരിയാണ്. എത്ര വേണം അത്രയുണ്ട്, ഇല്ലേ? കേരളത്തിൽ തന്നെ സ്പെഷ്യൽ ആൾക്കാർ വന്നിരിക്കുകയാണ്. അയ്യപ്പസ്വാമി കേരളത്തിന്റെ സ്വന്തം മണികണ്ഠനല്ലേ? ആണോ? പിന്നെയുണ്ട് കേരളത്തിൽ സ്വന്തം. ആരാണ്? ഗുരുവായൂരപ്പൻ കൃഷ്ണൻ തന്നെയാണ്. നമ്മൾ ഗുരുവായൂരായതുകൊണ്ട് ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കണമെന്ന് മാത്രം. അതിപ്പോ അങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലപ്പുഴ ഇല്ലേ? കേരളത്തിന് മാത്രം വേറെ ആരെങ്കിലും ഉണ്ട് അയ്യപ്പനെ പോലെ? ഉണ്ട്. മുത്തപ്പൻ ശിവന്റെ അവതാരാണ്. പക്ഷെ ശിവനിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം മുത്തപ്പന് ലേശം കള്ളൊക്കെ വേണം. അവിടെ പോകുന്നവരെന്താ കൊണ്ടുപോവാ? കേട്ടില്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ? ആരെങ്കിലും പോയിട്ടില്ലേ? മുത്തപ്പൻ കള്ളൊക്കെ കൊടുക്കും. അവിടെ കൊടുക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൃത്യം ഒരു ഓർമ്മയിൽ ബോധത്തിൽ നിന്നല്ല പറയാം. എൻ്റെ കേട്ട അറിവുകളിലും എനിക്ക്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ യാത്രക്കിടയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിപ്പോയിന്ന് മാത്രം. പോട്ടെ. പിന്നെ അങ്ങനെ കുറെ പേര്. അപ്പം അവതാരാഹി അസംഖ്യേയ. അവതാരങ്ങൾക്ക് യാതൊരു കുറവില്ല. നമ്മൾ ഈ ദേവിമാരെ കുറിച്ച് പറയുമ്പോഴേ, നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ പോയാലുണ്ടല്ലോ, വരലക്ഷ്മി, ആ ലക്ഷ്മി, ഈ ലക്ഷ്മി, നമ്മൾ കേൾക്കാത്തൊരു1000 ലക്ഷ്മിമാരുടെ പേര് കേട്ടു. അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ? നിങ്ങൾ തമിഴ്നാട്ടിൽ യാത്ര ചെയ്തവരുണ്ടോ? എത്ര പേര് യാത്ര ചെയ്തവരുണ്ട്? ഇല്ലേ? ധാരാളം ഇല്ലേ അങ്ങനെ ദേവിമാര്? ഇല്ലേ? ഈവൻ അയ്യപ്പസ്വാമി മാരീഡ് ആണെന്നുള്ളത് തമിഴ്നാട്ടുകാർക്ക് അറിയുള്ളൂ. നമുക്ക് അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്. അവർക്ക് അയ്യപ്പൻ പൂർണ്ണ പുഷ്കലാസമേതനാണ്. മനസ്സിലായില്ലേ? ഈവൻ വാമനമൂർത്തിക്ക് ഭാര്യ ഉണ്ട് എന്നാണ്
കീർത്തി എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടെന്ന്. ആരാണ്? കീർത്തി. അതുപോലെ തന്നെ നമ്മുടെ ഹനുമാൻ സ്വാമി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഒരു ഭാര്യയും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ഗുജറാത്തിലുണ്ട്, ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അവതാരങ്ങൾക്ക് ഒരു കുറവുമില്ല ഭാരതത്തില്. ഇഷ്ടം മാതിരി അവതാരങ്ങളാണ്. ആണോ? പിന്നെ വലിയ അവതാരം ആരാണ്? എത്ര അവതാരങ്ങളുണ്ട്? അവതാരങ്ങൾ എത്ര കാറ്റഗറി ഉണ്ട്? ഒന്നും പഠിച്ചില്ലേ നിങ്ങള്? എത്ര കാറ്റഗറി ഉണ്ട്? ദശാവതാരം വിടൂ. 3 കാറ്റഗറി അവതാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് കാറ്റഗറി? 1 പൂർണ്ണാവതാരം, 2 കലാവതാരം, 3 അംശാവതാരം. ആരൊക്കെയാണ്? പൂർണ്ണതയിലെത്തിയ അവതാരങ്ങളെയാണ് പൂർണ്ണാവതാരം. കൃഷ്ണൻ, ബുദ്ധൻ അവതാരാണ് ഭാരതത്തില്. ബുദ്ധനെ ഒരു അവതാരമായി ഭാഗവതത്തിൽ 3ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പ്രഥമസ്കന്ധം 3ാം അധ്യായത്തിൽ ബുദ്ധൻ ഒരു അവതാരമാണ്. കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ടോ? ബുദ്ധൻ ഭാരതീയ സംസ്കൃതിയിൽ ഒരു അവതാരമാണ്. കാരണം ബുദ്ധൻ ബുദ്ധമതം ഉണ്ടാക്കിയില്ല. ബുദ്ധൻ ഒരു മതം ഉണ്ടാക്കിയില്ല. ബുദ്ധൻ ഹിന്ദുവായിട്ട് ജീവിച്ചു, ഹിന്ദുവായി ജനിച്ച്, ഹിന്ദുവായി ജീവിച്ച്, ഹിന്ദുവായി മരിച്ച. ബുദ്ധന് ശേഷമാണ് എന്ത് വന്നത്? ബുദ്ധമതം. ബുദ്ധനുള്ളപ്പോൾ ബുദ്ധമതമില്ല. ബുദ്ധനുള്ളപ്പോൾ ഏത് മതേ ഉള്ളൂ? ഹിന്ദു മതേ ഉള്ളൂ. അതുകൊണ്ട് ഹിന്ദു സംസ്കൃതിയില് ബുദ്ധൻ ഒരു അവതാരം, പൂർണ്ണതയിൽ എത്തിയ ആളാണ്. പിന്നെ ആരൊക്കെയാണ് കലാവതാരം? പൂർണ്ണതയിൽ അങ്ങോട്ട് എത്താനുള്ള ഒരു ചെറിയൊരു, അതായത് ഏറെക്കുറെ നമുക്ക് പറയാം, ഏത് മനസ്സില്, ഏത് ബോധത്തിലെത്തിയവര്? അവബോധത്തിലെത്തിക്കഴിഞ്ഞവരൊക്കെ കലാവതാരങ്ങൾ. ആരാണ്? ഇനി ആ അവബോധത്തിലെത്താതെ ബോധത്തിലും അബോധത്തിലും ഉപബോധത്തിലും കുരുങ്ങിക്കിടക്കുന്നവരൊക്കെ അംശാവതാരങ്ങളാണ്. അപ്പൊ നമ്മളൊക്കെ ആരാണ്? മമൈവ അംശോ ജീവലോകെ. ഗീതയിൽ 15-8 ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്, ഈ ജീവലോകത്തിലുള്ളവരൊക്കെ എൻ്റെ അംശാവതാരം. നമ്മളൊക്കെ ആരാണ്? അംശാവതാരം. അംശാവതാരം. നോക്കൂ, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ പൂർണ്ണാവതാരത്തിലേക്ക് എത്താൻ അംശാവതാരങ്ങൾക്ക് കഴിയും. കാരണം അംശം പൂർണ്ണത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ പൂർണ്ണചന്ദ്രൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരംശം കലയായി, പിന്നെ അത് പൂർണ്ണമായി. ആണോ? ഇതുപോലെ ഒന്ന് കണക്കാക്കിയാൽ മതി. നമ്മളിലെ ആ ബോധപ്രകാശത്തിന്റെ തീവ്രത, നിങ്ങൾ ചന്ദ്രന്റെ പൂർണ്ണത കാണുക, വെളിച്ചമുള്ള ചന്ദ്രൻ, പൗർണമി, നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു അംശമായിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെ നമ്മൾ കാണുന്നില്ല എന്ന് വെക്കുക. ഇപ്പൊ നമ്മള് ചന്ദ്രക്കല കാണുന്നില്ലേ? ബാക്കി കറുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു സ്ഥലത്തേ വിളിച്ചോളൂ. ബാക്കിയൊക്കെ നമുക്ക് മറഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ കറുത്തിരിക്കുകയല്ല, അവിടെ മറഞ്ഞിരിക്കുകയാണ്. എന്താ പറയാൻ കാരണം? നമ്മൾ ബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിൽ നിന്നും അടുത്തതിലേക്ക് അങ്ങോട്ട് കടന്നിട്ടില്ല. കടക്കാത്തതിന് എന്താ കാരണം? ഗീത 7-ാം അധ്യായം 25-ാം ശ്ലോകം കൃഷ്ണൻ ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ പറയുന്നു, ഞാൻ എല്ലാവരിലും ഉണ്ട്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാം അജമവ്യയം. ഗീതയില് 7-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ പറയും, എന്താണ്? നാഹം പ്രകാശ സർവസ്യ, ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്നില്ല. കാരണം യോഗമായ സമാവൃത,
യോഗമായ സമാവൃത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ ഇങ്ങനെ മായ മൂടിക്കിടക്കാന്ന് വെച്ചാൽ വാസന നമ്മളെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഈ താഴോട്ടുള്ള വലിയിൽ നിന്ന് കുടുംബബന്ധം, അത് ഇതെന്നൊക്കെ അങ്ങോട്ട് സാധന ചെയ്ത് നാമം ജപിച്ച് അങ്ങോട്ട് കടക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അംശാവതാരത്തിൽ നിന്നും കലാവതാരത്തിലേക്കും, അപ്പൊ അവബോധത്തിലേക്കും, അത് കഴിഞ്ഞ് പൂർണ്ണാവതാരത്തിലേക്കും കടക്കാൻ യോഗ്യതയുള്ളവരാണ് നമ്മൾ. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മുടെ ഒരു യാത്ര നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ നമുക്ക് ദശാവതാരത്തിലേക്ക് കടക്കാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി അല്ല, ശരിക്കും ബുദ്ധനാണ്. 11ാമത്തതാണ് കൽക്കി. 10ാമത്തത് ബുദ്ധനാണെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചത് കേട്ടിട്ടുണ്ടോ? നിങ്ങള് കേട്ടിട്ടുണ്ടോ? ഇല്ല. അഷ്ടപതി കേട്ടിട്ടില്ലേ? ജയദേവരുടെ അഷ്ടപതി. അതിൽ 10ാമത്തെ അവതാരമായി അവതരിപ്പിച്ചിരിക്കുന്നത് കൽക്കിയല്ല. 10ാമത്തെ അവതാരമായിട്ട് ബുദ്ധസ്വരൂപ ജയ ജഗദീശ ഹരേ ആരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ബുദ്ധനായിട്ടാണ്. ഇപ്പോൾ അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിതു അല്ലേ? അതില് രാമന്റെ ആ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഒരു പ്രഭ കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയേ. അതില് 10ാമത്തെ അവതാരം ബുദ്ധനാണ്. 10ാമത് വെച്ചത് ബുദ്ധനാണ്. അതെന്തായിരിക്കും ബുദ്ധനെ വെക്കാൻ കാരണം? കാരണം അതിനൊരു ലോജിക് ഉണ്ട്, അതിന് സയൻസ് ഉണ്ട്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ദശാവതാരവും മനുഷ്യന്റെ പരിണാമവും, ഇതാണ് സബ്ജക്ട്. പവറിലേക്ക് പോയി, അതാണ്. കറണ്ട് തിരിച്ചു വന്നു, ഇപ്പം സർക്കാർ തിരിച്ചു വന്നു. അപ്പോ ദശാവതാരവും മനുഷ്യ പരിണാമവും, പറയൂ. ഈ വിഷയമാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത്. അല്ലാതെ നമുക്കിത് കേട്ടിട്ടെന്താ, ഈ കഥ കേട്ടിട്ടെന്താ കാര്യം? അപ്പൊ 10 അവതാരങ്ങളെ എങ്ങനെ നമ്മള് മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെടുത്തുന്നത്? എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ദശാവതാരം. അപ്പൊ ഇവിടെ മത്സ്യത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി നമ്മൾ നോക്കിയാൽ ഞാനും നിങ്ങളൊക്കെ ഒരച്ഛന്റെ ശരീരത്തിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് യാത്ര ചെയ്യുന്നത് മത്സ്യരൂപത്തിലാണ്. ബീജാണുക്കളെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സൈഗോട്ട് എന്ന് പറയും. ഓരോ ബീജാണുവും എങ്ങനെ ചലിക്കുന്നതെന്നറിയോ? വലിയൊരു തലയും ഒരു വാലുമായിട്ടാണ്. ഏതുപോലെ? ആരെ പോലെ? മത്സ്യത്തെ പോലെ. ബീജത്തിൽ മുഴുവൻ ബീജാണുക്കളാണ്. ആ ബീജാണുക്കളൊക്കെ മത്സ്യം പോകുന്നത് പോലെയാണ് രണ്ടത്തിന് നേരെ പോകുന്നത്. അപ്പൊ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഏത് രൂപത്തിലാ? ഞാൻ പറയുന്നത് ശരിയാണോ? ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ടോ? ഇത് സയന്റിഫിക്കലി മനസ്സിലാക്കിയവർക്കേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടത്? സൈഗോട്ട് എന്നൊക്കെ പറയുന്നത് ഇല്ലേ? മനസ്സിലാക്കിയില്ലേ? അപ്പൊ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതം യാത്ര ചെയ്യുന്നത്, ശരീരത്തിനെ വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങുന്നത് മത്സ്യരൂപത്തിലാണ്. അത് കഴിഞ്ഞ് കൂർമാവതാരം. കൂർമ്മം വളരുന്നതും ഒക്കെ വെള്ളത്തിലാണ്. മുട്ടയിടുന്നത് കരയിലാണ്, എന്നാലും അതിന്റെ ജീവിതം മുഴുവൻ വെള്ളത്തിലുണ്ട്. കരയിൽ, ഇനിയിപ്പോ നിങ്ങൾ പറയും കരയിൽ ജീവിക്കുന്ന, ശരിയാണ്. ഈ ഗർഭപാത്രത്തിൽ അമ്നോട്ടിക് ഫ്ലൂയിഡിലാണ് ഒരു ജീവൻ വളരുന്നത്. വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വളരുന്ന ഒരു ഘട്ടമുണ്ട്. എവല്യൂഷന്റെ പരിണാമത്തില് വെള്ളത്തിൽ നിന്നും കരയിലേക്ക്. ഇവിടെ ഓരോ കുഞ്ഞും എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത്? അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയുടെ ഉള്ളിൽ, ആ ഒരു പ്ലസന്റയ്ക്ക് ഉള്ളിൽ മുഴുവൻ എന്താണ്? വെള്ളാണ്. വെള്ളം ചിലർക്കുണ്ടല്ലോ ഇടയ്ക്ക് പൊട്ടിപ്പോവാന്നൊക്കെ കേട്ടില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ കേട്ടില്ലേ? ആ വെള്ളത്തിലാണ് ഈ കുട്ടി കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ. ഇപ്പൊ വെള്ളത്തിൽ നിന്നും കരയിലേക്കൊരു പരിണാമം. മനസ്സിലാവുണ്ടോ?
ഇതിനെ കൂർമാവസ്ഥ എന്ന് പറയും. കാരണം കൂർമ്മത്തിന് ജലത്തിലും കരയിലും ജീവിക്കാം. ഇനി അത് കഴിഞ്ഞ് ഭൂമിയിലെത്തി അടുത്ത അവതാരം വരാഹമാണ്. വരാഹത്തിന്റെ സ്വഭാവം എപ്പോഴും അത് കഴിക്കുക, എല്ലാം കഴിക്കുക എന്നൊറ്റ വിചാരമേ ഉള്ളൂ. ഏതിന്? പന്നിക്ക് അല്ലേ? പന്നി എവിടെയെങ്കിലും ഇരുന്നിട്ട് ഭാഗവതം കേൾക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പന്നിക്ക് 2 ജോലിയുള്ളൂ. എന്ത്? കഴിക്കുക, പ്രസവിക്കുക, കഴിക്കുക, പ്രസവിക്കുക. കണ്ടമാനം കുഞ്ഞുങ്ങളും ഉണ്ടാവും ഇല്ലേ? പന്നിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഈ കഴിക്കുക, ഓരോ കൊച്ചു കുഞ്ഞും ഭൂമിയിലേക്ക് വരുമ്പോ എന്ത് കിട്ടിയാലും അത് കഴിക്കുക. അപ്പോ ജീവന്റെ അടുത്ത പരിണാമം വരാഹം എന്നാൽ ഒരു ശാരീരികമായ വികാസമാണ്. അതിന് ആഹാരം വേണം. ആഹാരം തേടുക. എന്താണ്? സ്വയം ആഹാരം തേടുക, ആഹാരം കണ്ടെത്തുക. കാരണം ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം. അപ്പൊ ആ കുട്ടി നോക്കൂ, നിങ്ങൾ അത് തന്നെ കാണാം. ഒരു കുഞ്ഞ് ജനിച്ചു വന്നാൽ ആഹാരത്തിന് വേണ്ടി കരയത്, മീൻസ് പാലിന് വേണ്ടി കരയും. അപ്പൊ അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിന്തയുണ്ട്. എന്റെ വിശപ്പടക്കാൻ എനിക്ക് എന്ത് വേണം? എന്ത് വേണം? വളരാൻ ആഹാരം വേണം. അപ്പൊ ആഹാരം തേടുന്ന ഘട്ടമാണ് മൂന്നാമത്തത്. സർവൈവ് ചെയ്യണമെങ്കിൽ സർവൈവൽ, പരിണാമത്തിന്റെ അടുത്ത ഘട്ടമാണ് ആഹാരത്തിലൂടെ വളരുക. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി സ്വഭാവത്തിലേക്ക് കടന്നു, നരസിംഹത്തിലേക്ക് കടന്നു. നരസിംഹം എന്നാൽ മൃഗവും മനുഷ്യനും ചേർന്നതാണ്. ഒരു മനുഷ്യന്റെ കഴിവെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കഴിവാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? മനുഷ്യനുള്ള പ്രത്യേകതയാണ്. അവന് ബുദ്ധിപരമായി സൂക്ഷ്മമായി കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു കഴിവുണ്ട്. സ്വയം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. മൃഗങ്ങളെ പരിശീലിപ്പിക്കണം. എന്നാൽ മനുഷ്യന് സ്വയം പലതും കണ്ടെത്താനുള്ളൊരു കഴിവുണ്ട്. അപ്പൊ ബുദ്ധി മനുഷ്യന്റെ, വികാരങ്ങളൊക്കെ മൃഗത്തിന്റെ. അപ്പൊ മനുഷ്യരിലൊക്കെ മനുഷ്യനുമുണ്ട്, മൃഗങ്ങളുമുണ്ട്. ഇതിലും ഭേദം വല്ല പട്ടിയാണ് സ്നേഹിച്ചതെങ്കിൽ അതെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ വീട്ടുകാരുണ്ടാവില്ലേ? ഓ, എന്തോ ഒരു നല്ല നാട്. കാരണം ചിലരുടെ സ്വഭാവം ആരെക്കാളും മോശവും. അതുകൊണ്ട് നമ്മൾ ആ ഭാഷ ഉപയോഗിക്കും. മൃഗീയമായി കൊലപ്പെടുത്തി, മൃഗീയ സ്വഭാവം പറയാറില്ലേ? ആ പേപ്പർ എങ്ങാനും മൃഗങ്ങൾ വായിച്ചാൽ നമ്മുടെ മേക്കെട്ട് കയറും. അവർ പറയും ഞങ്ങൾ ഡീസന്റ് ആണെന്ന്. കാരണം ഏതെങ്കിലും മൃഗം ഇന്നുവരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവുമോ? ഏതെങ്കിലും പട്ടിയെ ബലാത്സംഗം ചെയ്തെന്നുള്ള കേസ് ഉണ്ടാവുമോ? നമ്മളെക്കാളും ഡീസന്റ് ആണ് ആര്? കൊച്ചുകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യുക, റേപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മൃഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമോ? അപ്പൊ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് അവർക്കൊരു മോശക്കേടില്ലേ? ഉണ്ടോ? അത് പെരുമ്പാവൂര് വെച്ചിട്ട് ഒരിക്കല് ഒരു കഴുതയും കഴുതയുടെ കുട്ടിയും പരസ്പരം കണ്ടുമുട്ടി. ആര്? കണ്ടുമുട്ടി. പണ്ട്, ഇപ്പോഴല്ല. ഇപ്പൊ അങ്ങനെ കഴുതകളില്ല. ഇപ്പം ഇല്ലേ, പറയാൻ പറ്റില്ല. അപ്പൊ കണ്ടുമുട്ടിയപ്പോ ഈ കഴുതയുടെ കുട്ടി കഴുതയോട് ചോദിച്ചു, അമ്മേ, നമ്മളും മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ ചോദ്യം? നമ്മളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പൊ അമ്മ എന്ത് പറഞ്ഞു അറിയോ? മോളെ, നമുക്കൊന്നും മനുഷ്യരാവാൻ പറ്റില്ല. നിങ്ങക്ക് മനസ്സിലായില്ല? എന്ത് മനസ്സിലായി? നമുക്കൊന്നും മനുഷ്യരാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കേ ആറാവാൻ പറ്റുള്ളൂ, കഴുതയാവാൻ പറ്റുള്ളൂ. ഒരു കഴുത നടന്നു പോകുമ്പം ആരെങ്കിലും ആ കഴുതയുടെ പുറത്ത് മനുഷ്യ, കഴുത തിരിഞ്ഞു നോക്കിയ ചരിത്രമില്ല. എന്നൊരു മനുഷ്യൻ നടന്നു പോകുമ്പം ഏത് കഴുതയാവാം? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവോ? ഇല്ലയോ? തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവോ? അപ്പൊ ആരാ നിങ്ങളെ കഴുതയാക്കിയത്? ആരാ നമ്മളെ കഴുതയാക്കുന്നത്? മൃഗത്തിനേക്കാൾ നമ്മൾ കേമന്മാരാണെന്നും പറയണ്ട.
അപ്പോ മനുഷ്യന്റെ ഉള്ളിലും ഒരു മൃഗസംസ്കാരം, അതിനെ വികാരങ്ങൾ എന്ന് പറയും. പൊട്ടി എന്താണ് കീറുക, അല്ലെങ്കിൽ നശിപ്പിക്കുക, പൊളിക്കുക, ഇതൊക്കെ ഏത് സ്വഭാവം? മൃഗത്തിന്റെ. ഇപ്പം മൃഗവികാരവും മനുഷ്യബുദ്ധിയും ചേർന്ന സമ്മിശ്രഭാവത്തിന്റെ പേരാണ് നരസിംഹാവതാരം. എവ്രി ഹ്യൂമൻ മൈൻഡ് കണ്ടെയ്ൻ ഹ്യൂമൻ ഇന്റലക്ട് ആൻഡ് ആനിമലിസ്റ്റിക് കൾച്ചർ, അല്ലെങ്കിൽ ആനിമലിസ്റ്റിക് ഇമോഷൻസ്. മൃഗത്തിന്റെ സംസ്കാരം എല്ലാവരിലും ഉണ്ട്. ഇവിടെ മൃഗത്തിന്റെ സംസ്കാരം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയും സത്യസന്ധമായി. പൊട്ടിത്തെറിക്കുക, ചീത്ത വിളിക്കുക, കടിച്ചു കീറാൻ പോവുക, മാന്തുക, ഇതൊക്കെ മനുഷ്യൻ ചെയ്യോ? ഇല്ല. ഇതൊക്കെ മനുഷ്യരിലുണ്ടോ? ഉണ്ടോ? അങ്ങനത്തെ സ്വഭാവം മനുഷ്യരിലുണ്ടെങ്കിൽ നമ്മളിൽ ആരുണ്ട്? ഒരു മൃഗസംസ്കാരമൊക്കെ ആരിലും ഉണ്ട്, മനുഷ്യരിലുണ്ട്. പിന്നെ പ്രായം വരുമ്പോൾ കുറച്ച് പിന്നെ നിങ്ങൾ അടങ്ങി പോവാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ചെറുപ്പകാലത്തിലൊക്കെ ആണെങ്കിൽ അത് നല്ലോണം വരുന്നുണ്ടാവും. കുറച്ചുകൂടി ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയേ അതൊന്നുമില്ല, ഇപ്പൊ നിങ്ങൾ ഡീസന്റ് ആയിട്ട്. പക്ഷെ ഒരു 10, 40, 50, 60 കൊല്ലം നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പൊ കയ്യിലിരിപ്പ് നല്ലോണം ഉണ്ടായിരുന്നില്ലേ? ചാടി കീറി പൊളിച്ച് ചീത്ത വിളിച്ച് ഉണ്ടോ? അതൊക്കെ മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സ്വാമിക്ക് ഞങ്ങൾ അറിയില്ല എന്ന്, ഞങ്ങൾ ആരാന്നാ വെച്ചിരിക്കുന്നത്. ശരിയാണ്, ഇപ്പൊ കണ്ടും കൊണ്ടും പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ ആയിപ്പോയി നമ്മൾ, അല്ലേ? ശരിയല്ലേ ഇത്? അതാണ്. പക്ഷെ പഴയ കാലത്ത് നമ്മുടെ കയ്യിലിരിപ്പ് ചിലര് പറയും ഇങ്ങോരിങ്ങൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇദ്ദേഹം ഇങ്ങനെ കാണുന്ന രൂപത്തിലൊന്നും ആയിരുന്നില്ല, ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്വഭാവം അങ്ങനെയൊക്കെ പറയാറില്ലേ ചില ആളുകളെ കുറിച്ചൊക്കെ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലൊക്കെ ഒരു ഹ്യൂമൻ ഇന്റലക്റ്റും ആനിമലിസ്റ്റിക് അല്ലെങ്കിൽ ആനിമൽ ഇമോഷൻസും ബിഹേവിയറും ഉണ്ട്. ഇത് രണ്ടും സമ്മിശ്രമായതാണ് ആര്? നരസിംഹം. അപ്പൊ മനുഷ്യരിലുണ്ടോ നരസിംഹം? പറയൂ. ആ പരിണാമത്തിന്റെ അവസ്ഥ നോക്കൂ. ഡാർവിൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ജിംപാൻസി ടൈപ്പ് ആളെയാണ്. വാലില്ലാത്ത, നട്ടിലൊക്കെ ഏറെക്കുറെ മനുഷ്യന്റെ ഉള്ള ഒരാള്. അവിടെയാണ് നമ്മൾ കേട്ടില്ലേ കൊരങ്ങൻ എന്നുള്ളത്. കൊരങ്ങനല്ല, ആക്ച്വലി ജിംപാൻസി ടൈപ്പ്, ഒരു ഏപ്പ് എന്ന് പറയും. അവിടുന്നാണ് പിന്നെ ഡാർവിൻ ഹ്യൂമൻ ലൈഫിലേക്ക് വരുന്നത്. കുള്ളനായിട്ടുള്ള, ഡാഫായിട്ടുള്ള ഒരു മനുഷ്യൻ. അതാണ് ആരുടെ പരിണാമ സിദ്ധാന്തം? ഡാർവിൻ ജോസഫ്. എന്നാൽ ഇവിടെ അത് കഴിഞ്ഞാൽ അടുത്തത് വാമനാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ദശാവതാരത്തിൽ നരസിംഹത്തെ, അവിടെ ഒരു മൃഗം, അത് കഴിഞ്ഞ് അടുത്തത് വാമനൻ. ഡാർവിൻ ഈ ഭാഗവതൊന്നും പഠിക്കാത്ത ഒരാള് വളരെ റിസർച്ച് ചെയ്തിട്ട് പറയുന്നത് ആദ്യത്തെ ഫുൾ ഹ്യൂമൻ ഉയരം കുറഞ്ഞ മനുഷ്യരായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെയും അടുത്ത അവതാരം ആരാണ്? വാമനൻ വളരെ ഒരു കുള്ളനാണ്, അല്ലേ? ഉയരം കുറഞ്ഞ ആളാണ്. ആണോ? എന്തൊരു സാമ്യത ഉണ്ട് നോക്കൂ. നമ്മുടെ ഋഷിവര്യന്മാര് ചിന്തിച്ച അതേ വേവ്ലെങ്തിലാണ് ആരും ചിന്തിച്ചത്? ഡാർവിൻ. നമുക്കിതൊക്കെ വായിക്കുമ്പോ ആ ഋഷിവര്യന്മാരുടെ കാഴ്ചപ്പാടിനോടൊരു ബഹുമാനം കൂടുകയാണ്. ആണോ? പറയൂ. ഇനി വാമനാവതാരം വിദ്യയുടെ അവതാരം. മനുഷ്യൻ നേരത്തെ പറഞ്ഞില്ലേ, ബുദ്ധി ഉള്ളത് കൊണ്ട് പുതിയത് കണ്ടെത്താനും പഠിക്കാനും. മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ ഇന്റലക്ച്വൽ എബിലിറ്റി കൊടുക്കാത്തതുകൊണ്ട് സ്വയം ഒന്നും കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റില്ല. എന്നാൽ മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിൽ ഇത്രയും എത്തിയത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഓരോന്ന് കണ്ടുപിടിച്ചിട്ടാണ്, അല്ലെ? സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ടുപിടിച്ച് എവിടെ എത്തി നോക്കൂ നിങ്ങൾ. ഇനിയിപ്പോ നിങ്ങളൊക്കെ മരിച്ചു പോയാലും കുഴപ്പമില്ല, നിങ്ങൾ അതേപോലെ ഒരാളെ വീട്ടിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അതേ ശബ്ദം, നിങ്ങളുടെ അതേ വാക്കുകള്, നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ മരിച്ചു പോയാലും വീട്ടിൽ അതേപോലെ ഒരാളെ ഉണ്ടാക്കാൻ പറ്റുക. അറിയൂ നിങ്ങൾക്ക്? കേട്ടില്ല? അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുക. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് റോബോട്ടിനെ ഇതെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അതേ ശബ്ദം, നിങ്ങളുടെ അതേ ഫേസിൽ ആളെ ഉണ്ടാക്കാൻ പറ്റും. അത് കേട്ടിട്ടുണ്ടോ? നടക്കുന്ന ഒരാള്, ഇരിക്കുന്ന ഒരാള്, ദോശ ഉണ്ടാക്കുന്ന ഒരാള്, വീട്ടിലെ പണികൾ ചെയ്യുന്ന ഒരാള്,
അങ്ങനെയൊക്കെ ഒരാളെ ഉണ്ടാക്കാൻ ഇന്ന് കാലത്തിന് പറ്റും. ഇനിയിപ്പോ ഒരാൾ മരിച്ചുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതേ ആളെ അതുപോലെ റീപ്ലേസ് ചെയ്യാൻ അതേ ശബ്ദം, അതേ കാര്യങ്ങള്, അതെല്ലാം കൊണ്ടുവരാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി കൊണ്ട് ഇനി സാധിക്കും. അത്ര കാലം അഡ്വാൻസ് ആയിട്ട് പോവാണ്. കേട്ടില്ലേ ഇതൊക്കെ? ഇല്ലേ, കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? മനസ്സിലായോ നിങ്ങക്ക്? ഇപ്പൊ നമ്മുടെ അതേ ആളെ അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഭാഗവതമൊക്കെ പറയുന്നവർ അങ്ങനെയുള്ളവരായിരിക്കും. അതെ, ആചാര്യന്റെ പേരൊക്കെ അതുപോലെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം വിദൂരത്തിലൊന്നല്ല. മനസ്സിലായില്ലേ? സ്കൂളിൽ പഠിപ്പിക്കാൻ ഇനി ടീച്ചർമാരുടെ ആവശ്യമില്ല. ഇനി കല്യാണം കഴിക്കാൻ പെൺകുട്ടികളുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ആ കോലത്തിലേക്കാ പോകുന്നത്. കാര്യം പ്രസവിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ റോബോട്ട്സിനെ കൊണ്ട് സാധിക്കും. അത്ര സാങ്കേതിക വിദ്യ അതിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കട്ടെ. അപ്പോ ഇവിടെ വിദ്യയുടെ പ്രതീകമാണ് ആര്? വടുവായവ. അത് കഴിഞ്ഞാൽ, വിദ്യ കഴിഞ്ഞാൽ എന്ത് വേണം? മനുഷ്യൻ ജോലിക്കാരനാവണം. അപ്പൊ മനുഷ്യന്റെ അടുത്ത പരിണാമം എന്ന് പറയുന്നത് മനുഷ്യൻ കൂടുതൽ സിവിലൈസേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ എന്താണ്? നഗരവൽക്കരണം എന്ന് പറയും. എന്താണ്? അപ്പൊ കാട്ടിൽ നിന്നും മനുഷ്യൻ പുതിയ കണ്ടുപിടുത്തങ്ങളും പട്ടണങ്ങളും സൃഷ്ടിക്കുക. അപ്പൊ പട്ടണമൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ എന്ത് വേണം? കാട് വെട്ടാൻ എന്ത് വേണം? ആയുധം വേണം. പരശുരാമന്റെ കയ്യിലുള്ള മഴു എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഏത് അർത്ഥത്തിലെടുക്കണം? മനുഷ്യന്റെ തല വെട്ടാനോ? ഇതെന്താ പാർട്ടിക്കാരനാണോ പരശുരാമൻ? കാടിനെ നാടാക്കാൻ ഏത് വേണം? ആയുധം വേണം. അപ്പൊ കേരളം പരശുരാമൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കണം? ഇതങ്ങടെ ഒറ്റ മഴ എറിഞ്ഞപ്പോ അങ്ങോട്ട് കടലിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങി വന്നു എന്നൊക്കെ പൊട്ടർത്ഥെടുക്കരുത്. അങ്ങനെയൊക്കെയാണ് ഹിന്ദുക്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് കടന്ന സ്ഥലം വെട്ടിത്തെളിച്ച് നല്ല നാടാക്കി മാറ്റി ജനവാസ യോഗ്യമാക്കി എന്നർത്ഥം അല്ലേ? കാരണം മനുഷ്യൻ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് അങ്ങനെ വളർന്നു. പണ്ടൊക്കെ നമ്മുടെ പൂർവികർ എവിടെയായിരുന്നു? കാട്ടിലായിരുന്നു, വേറെ വഴിയില്ല. അപ്പൊ മനുഷ്യൻ പുതിയ കണ്ടുപിടുത്തങ്ങളായി. ഇനി അത് കഴിഞ്ഞാൽ കല്യാണമായി, വിവാഹം. അപ്പൊ വിവാഹം ഒരു ധാർമ്മിക സംസ്കാരത്തിലൂടെ കൊണ്ടുവന്ന അവതാരമൂർത്തിയാണ് ആര്? ശ്രീരാമൻ. ശ്രീരാമൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. അതായത് മനുഷ്യന്റെ പരിണാമത്തിൽ മറ്റൊരു ഘട്ടമാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നിയമവ്യവസ്ഥകൾ എന്നർത്ഥം. മനുഷ്യൻ ചില നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ ആകെ അധപ്പതനം വരും. കല്യാണം കഴിച്ചാൽ ഇതെന്റെ ഭാര്യ, ഇതെന്റെ വീട്, ഇതെന്റെ കുടുംബം, അങ്ങനെയൊരു എന്റെ ഈ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപഴകാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു നിയമവ്യവസ്ഥകൾ, ഇതിന്റെ പേരാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തർത്ഥം? നിയമങ്ങൾക്കനുസൃതമായി. അപ്പൊ ഇവിടെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിയമം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് അവിടെ. സംരക്ഷണം. എന്താണ്? ഒരു കുടുംബത്തിനൊരു സംരക്ഷണവും അത് തെറ്റിക്കുന്നവർക്കൊരു എന്ത് വേണം? ശിക്ഷ വേണം. എന്തിനാണ് ബാലിയെ രാമൻ ശിക്ഷിച്ചത്? ഒരു കുടുംബ വ്യവസ്ഥയെ അയാള് ഇവിടെ വന്നില്ലേ? നിങ്ങള് സുഗ്രീവന്റെ ഭാര്യയെ പിടിച്ചു കൊണ്ടുപോയി ഇല്ലേ? അതല്ലേ കാര്യം. അപ്പൊ ഒരു കുടുംബ വ്യവസ്ഥയെ ആര് തെറ്റിച്ചു? ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഒരാള് തെറ്റിച്ചു. അപ്പൊ അതിനെന്ത് ചെയ്തു? ബാലിയെ ശിക്ഷിച്ചു. രാവണൻ എന്തിനാ ശിക്ഷിച്ചത്? ഇതുപോലെ തന്നെ ഒരു കുടുംബ വ്യവസ്ഥയെ അദ്ദേഹം രാമന്റെ ഒരു കുടുംബ വ്യവസ്ഥ സംരക്ഷണത്തെ അയാൾ അപഹരിച്ചു കൊണ്ടുപോയി അല്ലേ? സീത ഇറങ്ങി പോയതായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് രുമ, അതായത് സുഗ്രീവന്റെ ഭാര്യ ഇറങ്ങിപ്പോയതാണെങ്കിൽ തെറ്റില്ല. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? സുഗ്രീവനെ ബാലി എന്തിനാ ശിക്ഷിച്ചത്? രാമൻ ബാലിയെ എന്തിനാണ് ശിക്ഷിച്ചത്? സുഗ്രീവന്റെ ഭാര്യയെ
അനുവാദമില്ലാതെ കൊണ്ടുപോയതിന് അല്ലേ? അതല്ലേ പ്രധാന കാരണം. ചിലരെന്താ അന്തം വിട്ട് നോക്കി നിൽക്കണം. ആണോ അല്ലയോ? ആണ്. ഇനിയുള്ള ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ ഒരിടത്ത് അങ്കദൻ പറയും, നാണമില്ലാത്ത സുഗ്രീവൻ എൻ്റെ അമ്മയെയും പ്രാപിച്ചു കഴിയുന്നു എന്ന്. അങ്ങനെ ഉണ്ടോ ഒരു വാക്ക്? അങ്കദൻ പറയുന്നത് ഉണ്ടോ? രാമായണത്തിലില്ലേ? അപ്പം എൻ്റെ അമ്മയെ അവൻ ഭാര്യയെ പോലെ വെച്ച് ജീവിക്കണു. ആര്? അപ്പൊ രാമൻ അതിനും ശിക്ഷിക്കേണ്ടതല്ലേ? നിങ്ങളെന്താ അന്തം വിട്ട് നിൽക്കുന്നത്? സുഗ്രീവനെ ഭാര്യയെ ശിക്ഷിച്ചത് ഈ കാര്യത്തിനാണെങ്കിൽ സുഗ്രീവനെ ശിക്ഷിക്കണ്ടേ? ഉത്തരല്ലേ? ബാലിയെ ശിക്ഷിച്ച പോലെ സുഗ്രീവനെ ശിക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്താ ശിക്ഷിക്കേണ്ടതില്ലേ? മറ്റൊരാളുടെ ഭാര്യയല്ലേ കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ അർത്ഥം മാറി. ഇവിടെ ബാലി മരിച്ചുപോയി. അപ്പം സുഗ്രീവൻ, മറ്റത് നമ്മൾ നോക്കണ്ട, അങ്ങനെ ഒരു പ്രാപിച്ചു എന്നൊക്കെയുള്ളത് അങ്കദന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? എന്നാൽ ആ സുഗ്രീവൻ ബാലിയുടെ ഭാര്യയെ എന്താ ഭാഷ? സംരക്ഷിക്കുകയാണ്. മറ്റത് സംരക്ഷിക്കുകയായിരുന്നില്ല, മറ്റത് അപഹരിക്കുകയായിരുന്നു. എന്താണ്? അല്ല, അങ്ങനെയല്ലേ ഭാഷകള്? സുഗ്രീവന്റെ ഭാര്യയെ സംരക്ഷിച്ചതാണോ? അല്ല, അത് അപഹരിച്ചതാണ്. ബാലിയുടെ ഭാര്യയായ മറ്റേ താരയെ ഏടത്തിയമ്മ, ജ്യേഷ്ഠത്തിയമ്മ അല്ലേ? ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംരക്ഷിക്കുക ചെയ്ത്. അപ്പൊ അതിന് ശിക്ഷിക്കേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് സുഗ്രീവനെ രാമൻ ശിക്ഷിക്കാതെ. അപ്പൊ ധർമ്മത്തിന്റെ പ്രതീകമാണ് രാമൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ പരിണാമത്തിന്റെ അടുത്ത ഘട്ടമാണ്. മനുഷ്യ ജീവിതത്തിൽ പുരോഗതി മാത്രം പോരാ, സുരക്ഷ വേണം. ആ സുരക്ഷയെ തെറ്റിക്കുന്നവർക്ക് എന്തും വേണം. ഇതിന്റെ പേരാണ് നിയമം. സുരക്ഷ തെറ്റിക്കുന്നവർക്ക് നിയമം. ഇപ്പോഴോ തന്നെയല്ലേ നിയമം എന്ന് പറഞ്ഞാൽ? ട്രാഫിക് റൂൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അത് ബ്രേക്ക് ചെയ്യുന്നവർക്ക് ഫൈൻ അടിക്കുന്നു. ആണോ? അത് തന്നെയാണ്. അപ്പൊ അടുത്ത പരിണാമം എന്നത് മനുഷ്യന്റെ ധാർമ്മിക തലത്തിലാണ്. ഇനി അത് കഴിഞ്ഞാൽ ബലരാമനായി. പരശുരാം, ശ്രീരാമൻ കഴിഞ്ഞാൽ ആരാ? ബലരാമന്റെ കയ്യിൽ എന്താ? കലപ്പയാണ്. അത് കൃഷിയുടെയാണ്. അപ്പൊ മനുഷ്യൻ മുന്നോട്ട് പുരോഗതി പ്രാപിക്കും തോറും അവന് വേണ്ട വിഭവങ്ങൾ പണ്ട് കാട്ടുന്നും ഒക്കെ പറിച്ചെടുത്തായിരുന്നു. പിന്നെ മനുഷ്യൻ സ്വയം എന്ത് ചെയ്യണം? കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യനൊരു ഉൽപാദകനായി. മൃഗങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കഥകളൊക്കെ പറയും നമ്മൾ, എന്നാലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? പണ്ട് കുരങ്ങന്മാര് മാവ് നട്ട കഥ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല? പെരുമ്പാവൂരല്ല, ഒരു സ്ഥലത്ത് കുരങ്ങന്മാര് മാവ് നടാൻ തീരുമാനിച്ചു. അവരെവിടുന്നോ നഴ്സറിയിൽ നിന്ന് കുറെ മാവിന്റെ തൈയൊക്കെ കൊണ്ടുപോയി അവര് മാവ് നട്ടു. കാരണം മറ്റുള്ളവരുടെയൊക്കെ മാവിൻ തോട്ടത്തിൽ കയറിയ ആൾക്കാരെ അടി ഇടി കല്ലെടുത്തെറിയ. അപ്പം വിചാരിച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു തോട്ടം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ കൊണ്ടുവച്ചു, നനച്ചു. ദിവസവും അവർ വരും, പിഴുതു നോക്കും വേര് വന്നിട്ടുണ്ടോ? ഇല്ല, മാന്തി അവിടെ തന്നെ വെച്ചു. കാരണം അവർക്ക് ക്ഷമയില്ല. ഇത് പെട്ടെന്ന് എന്താവണം? വലിയ മാവായിട്ട് ധാരാളം മാങ്ങ തരണം. അപ്പൊ ഓരോ ദിവസവും വേര് വന്നോ എന്ന് നോക്കാൻ ഇത് പറിച്ചു നോക്കും, വീണ്ടും അവിടെ മാന്തി വയ്ക്കും എന്നതൊക്കെ കഥ പറയാം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ലോ. മനുഷ്യന് കൃഷിയിലൂടെ ധാരാളം ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു എന്തുണ്ട്? കഴിവുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ അമേരിക്കയിലെ ട്രംപ് പ്രസിഡന്റ് നമ്മളെങ്ങനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 50% താരിഫൊക്കെ വെച്ചിട്ട്. എന്തിനാ കാര്യം? അമേരിക്കയുടെ കാർഷിക വിത്തുകൾ നമ്മൾ
വാങ്ങണം. അവിടുത്തെ കാർഷിക വിത്ത് എന്താ മേടിക്കാത്തത്? അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും വിത്ത് അവിടെ നിന്ന് മേടിക്കണം. അപ്പൊ അത് ഭാരതത്തിലെ സർക്കാർ പറഞ്ഞു ഈ ജന്മം ഞങ്ങൾ ചെയ്യില്ല എന്ന്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യ കൃഷി ഉണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയല്ലേ? വാഴ വന്നു, ആ വാഴ വലച്ചാൽ അതിന്റെ കന്നെടുത്തു പിരിച്ചു വെച്ചു, അങ്ങനെയല്ലേ? എന്നാൽ അവരുടെ വിത്തുകൾക്ക് അങ്ങനെ പ്രത്യേകതയില്ല. അതിന്റെ കന്നൊരിക്കലും വാഴയായി കൊലക്കില്ല. വീണ്ടും അപ്പൊ കന്ന് എവിടുന്ന് മേടിക്കണം? അവിടുന്ന്. അതുകൊണ്ടാണ് ഇന്ത്യ തീരുമാനിച്ചത്, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ കർഷകരുടെ ആ ഒരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരത്തെ ഞങ്ങൾ ഇല്ല. കാരണം ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. അപ്പൊ കൃഷി വേണം മനുഷ്യന്. അതിന്റെ പ്രതീകമാണ് ബലരാമൻ. അതും പരിണാമമല്ലേ? ആണോ? അത് കഴിഞ്ഞാൽ കൃഷ്ണനിലേക്ക് വന്നു. കൃഷ്ണനിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കൃഷ്ണൻ കലയുടെ പ്രതീകമാണ്. നൃത്തം, പാട്ട്, ഇതൊക്കെ ഉള്ള അവതാരമാണ് ആര്? അപ്പൊ മനുഷ്യന് സമൂഹത്തിൽ കൂടിച്ചേർന്ന് ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കലകൾ വേണം. കലകൾ മനുഷ്യനെ ഒന്നിപ്പിക്കും. അപ്പൊ മനുഷ്യനെ സന്തോഷത്തിലേക്ക്, മനുഷ്യ മനസ്സിനെ ഒരു ആനന്ദത്തിലേക്ക് നയിക്കാനുള്ള കഴിവ് ഏതിനുണ്ട്? കലകൾക്കുണ്ട്. അപ്പൊ കൃഷ്ണനിൽ കലകളുണ്ടായിരുന്നു, കൃഷ്ണനിൽ തന്ത്രങ്ങളുണ്ടായിരുന്നു. ആ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൃഷ്ണൻ മഹാഭാരത യുദ്ധക്കളത്തിൽ പാണ്ഡവരെ നയിച്ചത്, അല്ലേ? അതായത് കൃഷ്ണനിൽ ഒരു നേതാവുണ്ടായിരുന്നു, നേതൃത്വം ഉണ്ടായിരുന്നു. കൃഷ്ണനിൽ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. ആ ജ്ഞാനിയാണ് കൃഷ്ണനിലെ ഗീതയും ഭാഗവതവും ഒക്കെ തന്നത്, അല്ലെ? അർജുനന് ജ്ഞാനോപദേശം നൽകി, ആണോ? ഇപ്പൊ കൃഷ്ണനിൽ ഈ 3 പേരുണ്ട്. ആരൊക്കെയാണ്? ഒരു കലാകാരനുണ്ട്, ഒരു നേതാവുണ്ട്, ഒരു ജ്ഞാനിയുണ്ട്. ഇത് 3ഉം സമന്വയിച്ച ആളായിരുന്നു ആര്? കൃഷ്ണൻ. ഇതും വേണ്ട മനുഷ്യന്. അതായത് മനുഷ്യൻ മുന്നോട്ട് പുരോഗതിക്ക് പ്രാപിക്കും തോറും മനുഷ്യൻ തന്റെ കഴിവുകളെ മനുഷ്യൻ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തണം. അതിന് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കണം. അതേപോലെ ജ്ഞാനത്തിലൂടെ തന്നെ, ആത്മീയ ജ്ഞാനത്തിലൂടെ തന്നെ ഉയർത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 10ാമത്തെ ഘട്ടത്തിലെത്തും. അവിടെയാണ് ആ ജ്ഞാനത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്ന പൂർണ്ണബോധം. ഏതാണ്? അതാണ് ബുദ്ധൻ. ബുദ്ധൻ എന്നത് ബോധത്തിലേക്ക് ഉണർന്നവൻ, ബോധോദയം. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണബോധത്തിലേക്ക് എത്തുക, ബുദ്ധനിലേക്ക് എത്തുക. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിന് ഏതൊക്കെ ഘട്ടത്തിലൂടെ വരണം? മത്സ്യം, കൂർമ്മം, വരാഹം. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടോ? ഈ പറഞ്ഞതൊക്കെ ഇപ്പൊ ഉണ്ടോ? ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടോ? ഈ ഘട്ടങ്ങള് ഉണ്ടോ? അപ്പൊ അങ്ങനെ പരിണാമത്തിലൂടെ വന്ന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണൻ, ബുദ്ധൻ. ഇനി പൂർണ്ണതയിലെത്തിയില്ലെങ്കിൽ കൽക്കി അവതാരം പുനർജന്മത്തിന്റെ പ്രതീകമാണ്. കൽക്കി 11ാമത്തത്. അതെന്തിനാ 11? പൂർണ്ണതയിലെത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും പുനരഭിജനനം. ആ പൂർണ്ണതയിലെത്തുന്നത് വരെ മനുഷ്യൻ വീണ്ടും വീണ്ടും പുനരാവർത്തി. അർജുന, വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ പുനരാവർത്തി ഇവിടെ വീണ്ടും ജനിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും നിങ്ങൾ ഓർത്തു വെച്ചാൽ, ഈ ഒരു ചിത്രം മനുഷ്യരിൽ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇത് വന്നിരുന്നുവെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വന്നത് എന്തിനാണ്? പരിണാമത്തിലൂടെ ആരിലേക്ക് എത്തണം? പൂർണ്ണതയിലേക്ക്. അപ്പൊ ഈ റോളുകളൊക്കെ ഞാൻ ചെയ്യണം. അവിടെ ഞാൻ പരശുരാമനാവണം വേണ്ടേ? ആ കാടിനെ നാടാക്കി മാറ്റുക. അതുപോലെ ധാർമ്മികത, നിയമങ്ങൾ ഞാൻ പിന്തുടരണം. അതുപോലെ തന്നെ ഞാൻ കൃഷിക്കാരനാവണം, ഞാനൊരു കല ഉള്ളവനാവണം, അതിന് നേതൃത്വം കൊടുക്കണം. അവസാനം ഞാൻ ആരിലേക്ക് എത്തണം?
പൂർണ്ണതയിലേക്ക് എത്തണം. അപ്പോഴാണ് എൻ്റെ ജീവിത ചക്രം പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാത്. നിങ്ങൾ നോക്കൂ, ഡാർവിന്റെ എവല്യൂഷൻ തിയറിയും ഈ ഒരു തിയറിയും ഏതാണ് മനുഷ്യന് വ്യക്തത കൊടുക്കുന്നുണ്ടാവുക? നമ്മുടെ ദശാവതാര തിയറിയും ഡാർവിന്റെ തിയറിയും വെച്ചു നോക്കുമ്പോൾ ഏതാണ് കുറേയും കൂടി മനുഷ്യനെ നന്നായിട്ട് ബോധ്യപ്പെടുത്തുക? ദശാവതാരം. ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടോ? എന്താണ് ജീവിത ലക്ഷ്യം എന്ന ചോദ്യത്തിന് അവരിൽ തെളിഞ്ഞുത്തരം വരണം. പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് ജീവിതം. എന്താണ്? പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. പൂർണ്ണതയിലേക്കുള്ളൊരു സാധനയാണ് ജീവിതം. അതാണ് എൻ്റെ ജീവിതം. ഇത് വരന്റെ വായിൽ നിന്ന് വേണോ? ഞാൻ എവിടെയും തട്ടിത്തടഞ്ഞ് നിൽക്കരുത്. ദുഃഖങ്ങൾ വരും, വിഷമങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. അതിലൊന്നും തട്ടിത്തടഞ്ഞ് നിൽക്കരുത്. അതൊക്കെ വരും, അതെല്ലാം പോകും. എൻ്റെ സാധനാനുഷ്ഠാനം കൊണ്ട്, നാമജപ അനുഷ്ഠാനം കൊണ്ട് ഞാൻ പടിപടിയായി പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണം. ആത്മഹത്യയോ ആരെങ്കിലും ഇത് മനസ്സിലായാൽ ആരെങ്കിലും തൂങ്ങിച്ചാവാൻ പോവോ? ഇല്ല. കാരണം മനസ്സിലായി, ഞാൻ തൂങ്ങിച്ചാവാനല്ല വന്നത്. ഞാൻ വന്നത് പൂർണ്ണതയിലേക്ക്. അതിൻ്റെ ഇടയിൽ പല വിഷങ്ങളും വരും, പല കളിയാക്കലുകളും പരിഹാസങ്ങളും നിന്ദകളും. ഇല്ലേ? കൃഷ്ണൻ തന്നെ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, രാമൻ തന്നെ എന്തെല്ലാം ഉണ്ടോ ഇല്ലയോ? എല്ലാ അവതാരങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഉണ്ടോ? അയ്യപ്പസ്വാമി തന്നെ ശബരിമലയിൽ പോയിരിക്കാൻ എന്താ കാരണം? വീട്ടിൽ സമാധാനം ഇല്ലാത്തോണ്ടാ. അല്ലേ? ശരിയായിരുന്നില്ലേ? ആ അയ്യപ്പസ്വാമി വീട്ടിലിരിക്കുന്ന സമയത്താണല്ലോ രണ്ടാമത്തെ ഒരു കുട്ടി വന്നത്. അപ്പോഴേക്ക് രാജ്ഞിയുടെ കുനുട്ടു ബുദ്ധി മാറി. അയ്യപ്പനെങ്കിലും ഔട്ടാക്കണം. കാരണം അയ്യപ്പൻ ഒരു അഡോപ്റ്റഡ് സണ്ണാണ്. അയ്യപ്പനെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ദത്താണോ എനിക്കറിയില്ല. ഏതായാലും അയ്യപ്പനെ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് എടുക്കുന്നതിനെയാണ്, ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് എടുക്കുന്നതിനെയാണ് ശരിക്കും ടെക്നിക്കലി ദത്തെടുക്കുക. അയ്യപ്പനെ അങ്ങനെയല്ലല്ലോ കിട്ടിയത്. അയ്യപ്പനെ കാട്ടിൽ നിന്ന് കിട്ടിയത് അല്ലേ? അങ്ങനെ കിട്ടിയ ഒരു അയ്യപ്പനെ എങ്ങനെങ്കിലും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെയല്ലേ പുലിപ്പാലിനൊക്കെ വേണ്ടി പോകുന്നതും അല്ലേ കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ ആ കൊട്ടാരത്തിൽ പിന്നെ അയ്യപ്പന് ഇരുന്നിട്ടില്ല. അന്ന് അവിടുന്ന് ഇറങ്ങിയതാണ്. അപ്പൊ കൊട്ടാരത്തിൽ നിന്ന് പോയി ശബരിമലയിൽ പോകാൻ എന്താ കാരണം? അയ്യപ്പൻ പരമസന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടുന്ന് പോയിണ്ടാവുക. കൊട്ടാരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എല്ലാ അവതാരങ്ങളോട് ചോദിച്ചാലും എല്ലാവർക്കും എന്തെങ്കിലും. നിങ്ങൾ നോക്കൂ, പരമശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ആ പരമശിവന്റെ ഭാര്യ സതീദേവിയല്ലേ യാഗാഗ്നിയിലേക്ക് ചാടിയില്ലേ? പരമശിവന് പ്രശ്നങ്ങൾ ഉണ്ടായിണ്ടാവില്ലേ? ഇനിയിപ്പോ കൃഷ്ണന്റെ കഥകൾ നാളെ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പൊ കാണാം ഓരോ പൂരങ്ങള്. എല്ലാ അവതാരങ്ങൾക്കും ഓരോരോ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും. ഇപ്പൊ കൃഷ്ണന്റെ അവതാരം തന്നെ ഇപ്പൊ നമ്മളിന്ന് കാണുമ്പോ 7 പ്രസവം, 7ാമത്തെ പ്രസവം പോട്ടെ, ബലരാമൻ പോയി. 6 പ്രസവം കുട്ടികൾ മരിച്ചു ദേവകിക്ക്. ഉണ്ടോ? 6 കുട്ടികൾ ക്രൂരമായി കൊല്ലപ്പെടുന്ന കാഴ്ച ആര് കണ്ടു? അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് അടുത്ത പുത്രനായി ഭഗവാൻ വരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? ആരെങ്കിലും സമ്മതിക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഭഗവാൻ വരുവോ വരില്ല എന്നുള്ള ഉറപ്പില്ല, അത് വേറെ കാര്യം. ഈ ക്രൂരത കണ്ടുകൊണ്ട് ഒരു ഭഗവാനെ വരുത്താൻ ആൾക്കാർ തയ്യാറാവുമോ? പറയൂ നിങ്ങൾ. അപ്പൊ ഭഗവാന്റെ അവതാരത്തിന് പോലും ആ വീട്ടിൽ പോലും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും. അപ്പൊ ആർക്കാ ഇതില്ലാത്തത്? നിങ്ങൾ നോക്കൂ, ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നിങ്ങൾ പറയാണ്, സ്വാമി ഒരുപാട് കുടുംബ പ്രശ്നം, വീട്ടിലൊക്കെ സമാധാനം ഇല്ല. ശ്രീരാമസ്വാമി പറയും, 14 വർഷം ഞാൻ കാട്ടിപ്പോയത് വീട്ടിലെ പ്രശ്നം കാരണമാണ്. എന്താ നീ മനസ്സിലാക്കിയിട്ടുള്ളത്? അങ്ങനെയല്ലേ പറയാ? കൊട്ടാരത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീരാമസ്വാമി എവിടെ പോണ്ടി വന്നത്? കാട്ടിപ്പോണ്ട്. ഈ പഴയ കാലത്ത് കവിമാരൊക്കെ വളരെ ഇന്റലിജന്റ് ആയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉണ്ണായി വാര്യർ എന്നൊക്കെ? അദ്ദേഹം കഥകളിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ്. ഇതുപോലെ കുഞ്ചൻ നമ്പ്യാരെ അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ?
കുഞ്ചൻ നമ്പ്യാര് തുള്ളൽ, മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കിടക്കടാ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ വരികൾ. ഇപ്പൊ ഇവര് രണ്ടുപേരും തിരുവല്ലാമല അമ്പലത്തിൽ, എവിടെ തിരുവല്ലാമല പോയിട്ടുണ്ടോ നിങ്ങൾ? തൃശ്ശൂരില് ജില്ലയില്, പാലക്കാടും തൃശ്ശൂരിന്റെയും ബോർഡറിൽ വരുന്ന അമ്പലമാണ് തിരുവല്ല. ഞാൻ രാവിലെ ഉച്ചയ്ക്ക് കഥ പറഞ്ഞില്ലേ അവിടെ ആ ക്ഷേത്രത്തിലാണ്. കാരണം അവിടെ കവിമാരൊക്കെ ധാരാളം പോകും. ധാരാളം കവിമാരൊക്കെ ഉള്ള കലാകാരന്മാരുള്ള ഒരു ഏരിയ ആയിരുന്നു അത് അന്നത്തെ കാലത്ത്. ഒരു പി കുഞ്ഞിരാമൻ നായർ എന്നൊരു കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവികളൊക്കെ ഗംഭീരാണ്, ഒരു രസകരമായ കവി എന്നാണ്. ഇദ്ദേഹത്തെ തിരുവല്ലാമലക്കാരനാണ്. ഇങ്ങനെ കുറെ പേര്, വലിയ കൊട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും അമ്പലത്തിൽ പോയപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, പ്രണയം, ആ സ്ഥലം അവിടെ അതിന് പറ്റിയതാണ്. അപ്പൊ ഇവര് രണ്ടുപേരും അമ്പലത്തിൽ ചെന്നപ്പോ ഒരു പയ്യനും ഒരു പെണ്ണും ഇരുന്ന് കൊഞ്ചുകയാണ്. ഇത് കണ്ടതും ഉണ്ണായി വാര്യർക്ക് തട്ടി. ഏണാക്ഷിമാരോട് കൊഞ്ചുവതിനല്ല ഈ സന്നിധിയിൽ വന്നത് എന്നങ്ങോട്ടൊരു കാവ്യം രചിച്ചു പറഞ്ഞു. ഏണാക്ഷിമാരോട് കൊഞ്ചാനല്ല ഈ ക്ഷേത്ര സന്നിധി വന്നിരിക്കുന്നത്, രാമനെ ഭജിക്കാനല്ലേ എന്ന് ചോദ്യം. കുഞ്ചൻ നമ്പ്യാർ അപ്പം കൊടുത്തു മറുപടി. പണ്ടൊരു ഏണാക്ഷിയോട് കൊഞ്ചുവത് കാരണം രാമൻ ഇവിടെ ഇരിക്കേണ്ടി വന്നു. അതായത് തിരുവല്ലാമലയിലെ പ്രതിഷ്ഠ, സീതാദേവി നഷ്ടപ്പെട്ട് വിരഹത്തിൽ രാമനിരിക്കുന്ന പ്രതിഷ്ഠയാണ്. സീതാന്വേഷണത്തിന് പോകുമ്പോൾ തിരുവല്ലാമല വഴി പോയി എന്നാണ്. ആ സങ്കല്പത്തിലാണ് ആരെ വെച്ചത്? ഇത് കുഞ്ചൻ നമ്പ്യാർക്ക് അറിയാം. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, പണ്ട് ശൂർപ്പണയോട് കൊഞ്ചിയതിന്റെ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന്. അന്ന് ശൂർപ്പണയോട് കൊഞ്ചിയിരുന്നില്ലെങ്കിൽ രാമൻ ഇവിടെ വന്നിരിക്കേണ്ട ഒരു കഴുതില്ലേ കാര്യം. അല്ല, ആ കൃത്യം സമയത്ത് അങ്ങോട്ട് പറയേണ്ടത്. ആ കഥ അറിയുന്നവർക്ക് പറയാൻ പറ്റില്ലോ, ആണോ? ഇതുപോലെയാണ് അവതാരങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതത്തിലെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ടൊരു ഒഴിവുണ്ടാവുമോ? ഇപ്പൊ നമ്മുടെ വിഷമങ്ങളൊന്നും എവിടെ ചെന്ന് പറയരുത്, ഭഗവാനോട് പറയരുത്. ഭഗവാൻ പറയും, നിങ്ങളുടെ ഇത് ഭേദമാണ്. നിങ്ങള് ചെണ്ടയാണ് കൊട്ടുന്നതെങ്കിൽ എന്റെ പ്രശ്നം മദ്ദളാണ്, രണ്ടു ഭാഗത്തും കൊട്ടുന്നതാണ്, അല്ലേ? അതൊക്കെ അനുഭവിക്കേണ്ടതായി അവർക്കും വന്നിട്ടുണ്ട്. അവരെ ജീവിതം അത്ര സുഖമൊന്നും ആയിരുന്നില്ല. ആയിരുന്നോ? ഇല്ല. അപ്പൊ നിൽക്കട്ടെ. അപ്പൊ പരിണാമം എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ്. ക്ലിയർ ആണോ? ഒരു കാര്യത്തിലും തടഞ്ഞ് അവിടെ ഇരുന്ന് ദുരിതം അനുഭവിക്കേണ്ട യാതൊരു കാര്യമില്ല. മുന്നോട്ട്. ഗുരുവായൂരിൽ അമ്പലത്തിൽ പാറാവുകാർ അതിനാ വെച്ചത്. ആര് വന്ന് തൊഴുതാലും മുന്നോട്ട് 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 മുന്നോട്ട്. കാരണം ഗുരുവായൂരപ്പന് തരാനുള്ള സന്ദേശവും എന്താണ്? ഗുരുവായൂരിൽ കല്യാണം നടത്തിയവരാരെങ്കിലും ഉണ്ടോ അവിടെ? ആ കോയിമക്കാരുണ്ട് ഈ കല്യാണം നടത്തി കൊടുക്കാനുള്ള. അവര് ഈ മാലയൊക്കെ എടുക്കും ഈ മണ്ഡപത്തില്. കണ്ടില്ലേ അവിടെ മണ്ഡപത്തിലല്ലേ കല്യാണം? ആ മാല രണ്ടുപേർക്കും തുളസി മാലയൊക്കെ കൊടുത്ത് കൈ കൊടുത്തിട്ട് പറയും, ഇനി ചുറ്റിക്കോളൂന്ന്. എന്താണ്? ആ വിളക്കിന് ചുറ്റും ചുറ്റാൻ പറയും. അമ്മ തോട്ടങ്ങും പാവങ്ങളുടെ ജീവിതത്തിലെ ചുറ്റല്. ഇവരിന്നിട്ട് ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്നിട്ട് പറയും, ഗുരുവായൂരപ്പാ ചുറ്റിക്കല്ലേന്ന്. അപ്പൊ പാറ വരെ കറങ്ങി വരൂ. ഇവിടത്തെ ചുറ്റല് തീർന്നിട്ടില്ല. അപ്പോഴേക്കും അടുത്ത വാക്ക് എന്ത്? കറങ്ങി വരൂ. അങ്ങനെ അന്ന് മുതൽ ചുറ്റിക്കറക്കം തന്നെ. ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തിയിട്ടുണ്ടോ? തുടങ്ങി. എന്ത്? ഗുരുവായൂരപ്പ ഇങ്ങനെ ഭഗവാൻ പറയും, ഞാൻ ഏറെ കറങ്ങിയ ആളാണ്, കുറച്ച് നിങ്ങളും കറങ്ങണ്ടേ, കുറച്ചൊക്കെ നിങ്ങൾക്കും വേണ്ടേ കറക്കാം. ഇതാണ് ജീവിതം. അപ്പൊ അതുകൊണ്ട് ഇനി ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടത്തിയവർ വിഷമിക്കണ്ട. ദൈവമേ, സ്വാമി പറഞ്ഞ പോലെ എന്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞത് ഇപ്പൊ അവിടെയാണ്, ഇനിയിപ്പോ അവര് ചുറ്റിക്കറക്കാൻ തുടങ്ങുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഏത് ചുറ്റിക്കറക്കം? ചുറ്റിക്കറങ്ങി കറങ്ങി 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 നമ്മളിപ്പോ ഒരു കോലിൽ ചുറ്റും നൂല് ചുറ്റിക്കഴിഞ്ഞാൽ അവസാനം ആ നൂലും കോലൊക്കെ ഒന്നായി മാറും. ചുറ്റി 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 അവസാനം സെന്ററിലേക്ക് വരണം. അങ്ങനെയല്ലേ? കറങ്ങി കറങ്ങി എങ്ങോട്ട് വരണം? കറങ്ങി കറങ്ങി അതിന്റെ കേന്ദ്രത്തിലേക്ക്. ഇതന്നെയാ ഭഗവാൻ കറങ്ങി വരൂ എന്ന് വെച്ചാൽ ആ പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. കാരണം ഞാൻ ഇരിക്കുന്നത് ഹൃദ്ദേശേ തിഷ്ഠതി. നിൽക്കട്ടെ.
ഏതായാലും ഇങ്ങനെ ഈ ഒരു പരിണാമത്തിന്റെ കഥയും പറഞ്ഞ് 9-ാം സ്കന്ധത്തിലേക്ക് കിടക്കുക.